കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ രാത്രിയില് ഇവിടെയും മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഒരുമിച്ച് കാണുവാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ അല്പസമയം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ വീണ്ടും ആയിരിക്കുമ്പോൾ നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെ ഇന്ന് രാത്രിയിലും അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. ഒരു സെറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്നേക്കുന്നു, ഞാൻ അതൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വളരെ വ്യക്തിപരമായി വളരെ സന്തോഷം തോന്നുന്ന ഒരു പുസ്തകമാണ്. വ്യക്തിപരമായി വളരെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. എൻ്റെ വ്യക്തിപരമായ ഒരു ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒരിക്കലും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ആകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ഇന്ന് രാത്രിയിലും അതേ ഭാഗം തന്നെയാണ് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ശുശ്രൂഷകൾക്കായിട്ടൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരു ദൈവിക ആലോചനകളൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് തയ്യാറായി നമ്മൾ സാധാരണയായിട്ട് കർത്താവിന്റെ വേലയിലേക്ക് അങ്ങനെയാണല്ലോ ഞങ്ങൾ സാധാരണയായിട്ട് പോകാറുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് ഈ ബൈബിൾ ക്ലാസ്സിലൊക്കെ ഞാൻ വരിക എന്ന് പറയുമ്പോൾ ഒത്തിരി ഓട്ടങ്ങളുടെ ഇടയ്ക്ക് ഒരല്പസമയമാണ് ഞാൻ കണ്ടെത്തേണ്ടി വരുന്നത്. ഇന്ന് ഇപ്പോൾ ഈ അല്പസമയം മുമ്പ് വരെയും ഞാൻ ചാപ്പലിലായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഞാൻ വീട്ടിൽ പോയി ഒരു ചായ കുടിച്ചു, നിങ്ങളുടെ അരികിലേക്ക് ഓടി വരികയായിരുന്നു. ഇന്ന് വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും ഒരുമിച്ച് വീണ്ടും ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മനസ്സിൽ രാവിലെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറ്റത്തില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പിന്നീട് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, അങ്ങനെ ഞാൻ അല്പം ഉത്സാഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുമെന്ന് എനിക്കൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിന് വേണ്ടി ഞാൻ ഉത്സാഹിച്ചു. സ്തോത്രം. കർത്താവിന്റെ വചനം പഠിക്കാനാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. എത്രയോ സന്തോഷമാണ്. ദൈവമക്കൾ ഒരുമിച്ച് കൂടുന്നത് എത്ര സന്തോഷമാണ്. ദൈവനാമത്തിന് അത് മഹത്വത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. കാരണം അപ്പോസ്തലനായ പൗലോസ് അഗൈൻ ഇൻ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള 15 മുതൽ 21 വരെയുള്ള അതല്ല നമ്മൾ ചിന്തിക്കുന്നെങ്കിലും ആ ഭാഗങ്ങളോടെ വരാറുണ്ട്. എൻ്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വാക്ക് ഇൻ വിസ്ഡം എന്ന് പറയുന്നുണ്ട്. അതായത് ജ്ഞാനത്തിൽ നടപ്പീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം പൗലോസ് പറയുന്നത് ലൈഫ് ഈസ് ഷോർട്ട്, ജീവിതം ഹ്രസ്വമാണ്, അത് അത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പേ അത് അസ്തമിച്ചു എന്ന് വരാം. അപ്പൊ നമ്മൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് അധികം സമയം ഇല്ല എന്നൊരു തോന്നൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർപ്പാൻ ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കുവാനും നമുക്ക് വേണമെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ഈ രാത്രി നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അല്പസമയം കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിൽ വീണ്ടും ആയിരിക്കുന്നത് എത്രയോ സന്തോഷമാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ തുടർമാനമായിട്ട് എഫേസ്യ ലേഖനം നാം ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നു. എൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന ദൈവമക്കൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തകൾ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങള് ഓർക്കുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകതകൾ, ആ എഫേസ്യ ലേഖനത്തിന് മാത്രമുള്ള ചില പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വീണ്ടും ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങളെ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാലും പ്രധാനമായിരിക്കുന്ന 3 ഭാഗങ്ങൾ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് കണ്ടായിരുന്നു. ഒന്ന്, പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങള്. നമ്മളത് പറയുമ്പോൾ ക്രിസ്തുവേശുവിൽ ഒരു വിശ്വാസിയുടെ സമ്പത്ത് എന്നുള്ളതാണല്ലോ എഫേസ്യ ലേഖനത്തിന്റെ പ്രധാനമായ പ്രതിപാദ്യ വിഷയം. അതിൽ ഒന്നാമതായിട്ട് പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയും അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, പിതാവായ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു അത്ഭുത സിദ്ധാന്തം. 5-ാം വാക്യത്തിൽ ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. 6-ാം വാക്യത്തിൽ ദൈവം നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. അതിന്റെ 2-ാം ഭാഗത്തിൽ പുത്രനായ ക്രിസ്തുവിൽ നിന്നുള്ള അല്ലെങ്കിൽ പുത്രനായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് 4 കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. ഒന്ന്, ദൈവം നമ്മെ
അവൻ നമ്മെ വീണ്ടെടുത്തു. യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ വില കൊടുത്തു വാങ്ങി സ്വതന്ത്രമാക്കി. യേശു നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അവൻ നമുക്ക് ദൈവഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് കർത്താവായ യേശു നമ്മെ ഒരു അവകാശമാക്കിയിരിക്കുന്നു. 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പിതാവായ പുത്രനായ ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ. ഇനി മൂന്നാമതായി പരിശുദ്ധാത്മാവായ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ 1-ന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 2 കാര്യങ്ങളാണ്. പിതാവായ ദൈവത്തിൽ നിന്നുള്ള 3 അനുഗ്രഹങ്ങള്, പുത്രനായ ക്രിസ്തുവിൽ നിന്നുള്ള 4 അനുഗ്രഹങ്ങള്, പരിശുദ്ധാത്മാവ ദൈവത്തിൽ നിന്നുള്ള 2 അനുഗ്രഹങ്ങൾ. പരിശുദ്ധാത്മാവ ദൈവത്തിലുള്ള ഒന്നാമത്തെ അനുഗ്രഹം, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു, 13-ാമത്തെ വാക്യം. 2, അവൻ നമുക്ക് അച്ചാരം നൽകിയിരിക്കുന്നു, അതായത് മുൻകൂർ പണം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, അതുകൊണ്ട് therefore നമ്മൾ ദൈവത്തെ അറിയണം. അതാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം, ദൈവത്തിന്റെ വിളി നാം അറിയണം. 6-ാമത്തെ കാര്യം, ദൈവത്തിന്റെ ധനമഹാത്മ്യം നാം അറിയണം. 7-ാമത്തെ കാര്യം, ദൈവത്തിന്റെ അപ്രമേയ ശക്തി നാം അറിയണം. 1-ാം അധ്യായം 17, 18, 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് ഇടയായി തീർന്നത്. 2-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ സംസാരിച്ചുവോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി, നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി 2-ന്റെ 1, നാം മരിച്ചവരായിരുന്നു. 2, നാം അനുസരണം കെട്ടവരായിരുന്നു. 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങളില് ഏതൊക്കെ കാര്യത്തില്? ഒരു വിശ്വാസിക്കെതിരായി നിൽക്കുന്ന ലോകം, ജഡം, പിശാച്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തത്, നാം ശിക്ഷായോഗ്യരായിരുന്നു, 3-ാമത്തെ കാര്യം. ഇനി 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. ഒരു പ്രസംഗത്തെക്കാൾ ഉപരി പഠിക്കുമ്പോൾ എപ്പോഴും അതിനൊരു മനോഹാരിതയുണ്ട്. ഈ മനോഹാരിത എന്താണെന്ന് ചോദിച്ചാൽ, പഠിക്കുമ്പോഴാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകളുടെയൊക്കെ ഭംഗി നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നത്. പ്രസംഗിക്കുമ്പോൾ അത്തരം ഒരു ശൈലി ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ പഠിക്കുമ്പോൾ അതിനൊരു സീക്വൻസ് ഉണ്ട്, അതിനൊരു ഒഴുക്കുണ്ട്, അതിനൊരു കോഹിറൻസ് ഉണ്ട്, അതിനൊരു സംയോജനങ്ങളുണ്ട്. അത് പൗലോസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ട്, ഒരു ആശയമുണ്ട്. പുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു മാലയിൽ കോർത്തിരിക്കുന്ന മുത്തുകൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ചില കളറുള്ള മുത്തുകൾ കാണും, ഇടയ്ക്കിടയ്ക്ക് വലിപ്പമുള്ള മുത്തുകൾ കാണും, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുത്തുകൾ കാണും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് എത്രയോ ഗാംഭീര്യമുള്ള കാര്യങ്ങളാണ് തൻ്റെ ലേഖനങ്ങളിൽ കൂടെ ദൈവമക്കളോട് പറയാൻ താൻ ഉദ്ദേശിച്ച. അതിന് നമ്മുടെ ഒക്കെ ലിറ്റററി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ജൻഡ്രെ എന്ന് പറയും. ജൻഡ്രെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ശൈലിയുണ്ട്, എഴുത്തിന്റെ ഒരു ശൈലിയുണ്ട്. ഇപ്പൊ പൗലോസിന്റെ എഴുത്തിന് ഒരു ശൈലിയുണ്ട്, യോഹന്നാന്റെ എഴുത്തിന് ഒരു ശൈലിയുണ്ട്, അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും എഴുത്തിന് ഒരു ശൈലിയുണ്ട്, വേദപുസ്തകത്തിലെ എഴുത്തുകാരുടെ എല്ലാവരുടെയും എഴുത്തിന് ഒരു ശൈലിയുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ പൗലോസിന്റെ തന്നെ എഴുത്തിന്റെ ശൈലികൾ ഓരോ പുസ്തകത്തിലും വ്യത്യസ്തവുമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ അകത്തെ തന്റെ ശൈലിയുടെ വ്യത്യസ്തതയൊക്കെയാണ് ഈ പുസ്തകം പഠിക്കുന്നതിൽ ഒരു പഠിതാവിനെ കൂടുതൽ ആകൃഷ്ടമാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമം എൻ്റെ ഒരു സബ്ജക്റ്റ് അല്ല, എങ്കിൽ പോലും പരിമിതമായി എനിക്ക് ലഭിക്കുന്ന ആ അറിവിൽ നിന്നുകൊണ്ട് ഇത്രയും എനിക്കത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ പുതിയ നിയമം ഐച്ഛിക വിഷയമായിട്ട് ഏറ്റെടുത്ത് പഠിക്കുന്നവർക്ക് അത് എത്രത്തോളം സന്തോഷമാകുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി, 3-ാം വാക്യം വരെ, 2-ന്റെ 1 മുതൽ 3 വരെ.
4 മുതൽ 9 വരെ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. നോക്കിക്കേ, കോൺട്രാഡിക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പാപത്തിന്റെ പ്രവൃത്തി നമുക്കെതിരെയുള്ളത്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. 4-ാം വാക്യത്തിൽ 1, ദൈവം നമ്മെ സ്നേഹിച്ചു. 2, 5-ാം വാക്യത്തിൽ ദൈവം നമ്മെ ജീവിപ്പിച്ചു. 3, 6-ാം വാക്യത്തിൽ അവൻ നമ്മെ ഉയർത്തി സ്വർഗോന്നതങ്ങളിൽ. അടുത്തത് 3-ാമത് പ്രധാനമായിട്ടും 2-ാം അധ്യായം 10-ന്റെ വാക്യങ്ങളിൽ നമ്മിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. നമുക്കെതിരെയുള്ള പാപത്തിന്റെ പ്രവൃത്തി, നമ്മോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. 3, നമ്മിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പോൾ നാം ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണെന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 4-ാമത് നമ്മളിലൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ആമുഖമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ഞാൻ ആ ഭാഗത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ചിന്തയായ 4-ാം അധ്യായം 25 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ. 4-ാം അധ്യായം 25 മുതൽ 5-ാം അധ്യായം 21 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 4-ന്റെ 25 മുതൽ 5-ന്റെ 21 വരെ ഇന്ന് രാത്രി തീർക്കാൻ കഴിയുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമയം ലഭിക്കുന്നെങ്കിൽ മാത്രം നമ്മൾ അത് മുഴുവനുമായിട്ട് ചിന്തിക്കും. അല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ എവിടെ വരെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ അത്രയും ഭാഗം മാത്രം നാം ചിന്തിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് സമാപനം കുറിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ വായിച്ചോളൂ. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലയോ? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാക്കേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. മതി. അപ്പൊ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ഇത്രയും ഭാഗങ്ങളായിരിക്കാം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ഭാഗങ്ങള് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അല്ല, സമയം നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നുവെങ്കിൽ നാം വീണ്ടും ആ ഭാഗത്തേക്ക് പോകാൻ കഴിയും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് ശബ്ദമെടുക്കാൻ കഴിയാത്ത ഒരു അല്പം പ്രയാസം എനിക്കുണ്ട്. അത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അത് ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവവചന ചിന്തയെ അല്ലെങ്കിൽ സംസാരത്തെ തടസ്സപ്പെടുത്തത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോൾ വായിച്ച 4-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വളരെ വിചിന്തരമായിരിക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ പൗലോസ് ആർക്കാ എഴുതുന്നേ? എഫേസോസിലുള്ള ദൈവമക്കൾക്കാ എഴുതുന്നത്. എഫേസോസിലുള്ള ദൈവമക്കൾക്ക് മാത്രമായിരുന്നു എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ആദ്യകാല ലിഖിതങ്ങളിൽ അതങ്ങനെ കാണുന്നില്ലെങ്കിലും പിന്നീട് അത് കാണുന്നുള്ളത് കൊണ്ട് അവർക്ക് മാത്രമായിരുന്നിരിക്കാം. ഒരുപക്ഷെ എല്ലാവർക്കും പൊതുവായ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയതായിരിക്കാം. പൗലോസ് ഇത് AD 62 എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് പൗലോസ് ഇത് എഴുതുന്നത്. ഞാൻ പിന്നെയും ഈ ഭാഗം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിന്റെ പശ്ചാത്തലം നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു വാക്യങ്ങൾ പോലും നമുക്ക് പിടികിട്ടത്തില്ല. എല്ലാ പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പൗലോസ് ദൈവസഭയോട് പറയുന്ന എഫേസോസിലുള്ള ദൈവമക്കളോട് പറയുന്നത് അവരൊരു വലിയ സംഘർഷങ്ങൾ കണ്ടവരാ. എന്ത് സംഘർഷങ്ങളാ? മല്ലയുദ്ധങ്ങൾ കണ്ടവരാ. എവിടെയാ? ആംഫി തിയേറ്ററിന്റെ അകത്ത് നടക്കുന്ന മല്ലയുദ്ധങ്ങൾ. ആരൊക്കെ തമ്മിലാ?
മനുഷ്യരും തമ്മിലും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള മല്ലയുദ്ധങ്ങൾ കണ്ടവരവര്. അർത്തമിസ് ദേവിയുടെ ഭീമാകാരമായിരിക്കുന്ന ക്ഷേത്രം ഉള്ള ഒരു സ്ഥലമാണ്. പൈശാചിക മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളുടെയും പൂജകളുടെയും ശക്തി കേന്ദ്രമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. റോമൻ വാണിജ്യ കേന്ദ്രമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ കൂടാതെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ, ദേവദാസി സമ്പ്രദായങ്ങള് നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് എഫേസസ്. ഇനി അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് മത്തരായി നഗ്നരായി അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അർത്തമിസ് ദേവിയെ പ്രസാദിപ്പിക്കുന്നതാണ് ആരാധന എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു കൂട്ടം മനുഷ്യർ പൗലോസിന്റെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും ശുശ്രൂഷയാൽ ദൈവസഭയിലേക്ക് കടന്നു വന്ന ഒരു സഭയാണ് എഫേസസിലെ സഭ. സ്തോത്രം. നമ്മളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ, നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് നമുക്ക് ഇതിനോടുള്ള ടേസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ ഇതിന്റെ അകത്തായി പോയത് കൊണ്ട് ഇതിനോടുള്ള നമ്മുടെ സീരിയസ്നെസ്സും നമുക്ക് വളരെ കുറവാണ്. അപ്പൊ ഈ എഫേസസിലെ ദൈവമക്കൾ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിച്ചവരാ, കണ്ടവരാ, അനുഭവിക്കുന്നവരാ. ലോകത്തില് അവർ കടന്നു വന്നതിൽ നിന്ന് ഇപ്പോഴും ബാക്കി ഒത്തിരി ശേഷിക്കുന്നത് അവരുടെ ഉള്ളിലുണ്ട് താനും. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ള ഈ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയാം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇരുളിലായിരുന്നല്ല പറയുന്നത്, യു വേർ ഇൻ ഡാർക്ക്നെസ് എന്നല്ല പറയുന്നത്, യു വേർ ഡാർക്ക്നെസ്. നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ക്രിസ്തുവിൽ നിങ്ങൾ വെളിച്ചമായിരിക്കുന്നു. മുമ്പേ നിങ്ങൾ ശവക്കുഴിയിലായിരുന്നു, അവിടെ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തി, ദൈവം നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ആക്കിയിരിക്കുകയാണ്. ഇത് ദൈവമക്കൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ആവർത്തിക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, പക്ഷെ എനിക്കത് പറയാതെ പോകാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. ഇൻ എഫേസസ്, ഇൻ ഹെവൻ, ഇൻ ക്രൈസ്റ്റ്, ഇൻ എഫേസസ്. ക്രിസ്തുവിൽ എഫേസോസിൽ, ക്രിസ്തുവിൽ എഫേസോസിൽ. സ്തോത്രം. അപ്പൊ ദൈവമക്കളുടെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഒന്ന് മനസ്സിലാക്കിക്കേ. ദൈവമക്കളുടെ സിറ്റിസൺഷിപ്പ് ഒന്ന് മനസ്സിലാക്കിക്കേ. ഭൂമിയിലാണ് പക്ഷെ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ് പക്ഷെ ഭൂമിയിലാണ്. സ്തോത്രം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരിക്കലും ദൈവമക്കളെ, എഫേസസിലെ ദൈവമക്കളെ പൗലോസ് ഇത് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്, എഫേസസിലാണ്. സ്തോത്രം. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കളക്ടർ ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസിലെ കസേര കാലിയായിട്ട് മാസങ്ങൾ അവിടെ കിടന്നാലും കളക്ടർ തന്നെയാണ്. അദ്ദേഹം പുറത്തായിരുന്നാലും മാർക്കറ്റിലായിരുന്നാലും കളക്ടർ തന്നെയാണ്. ഇത്രയും നല്ലൊരു ഉദാഹരണമാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ക്രിസ്തുവിൽ എഫേസോസിൽ. അപ്പോൾ മറ്റ് ലേഖനങ്ങളിലെ പോലെ ഭാവി കാലത്ത് ഒരു ഭറൂസ്യ ഉണ്ടായി ഒരു നമ്മളെ സ്വർഗോന്നതങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല പൗലോസ് പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യു ആർ സീറ്റഡ് ഇൻ ഹെവൻ. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുകയാണ്. സ്തോത്രം. 2025 പ്രവേശിച്ച ദൈവമക്കളോട് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഈ 2024-25 ദൈവമക്കളെ ഈ ഒരു ചിന്ത പിന്നെയും നമ്മളെ ഭരിക്കട്ടെ. നിങ്ങളിൽ ചിലർ അമേരിക്കയിലോ കാനഡയിലോ ഗൾഫ് രാജ്യങ്ങളിലോ നോർത്ത് ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ആയിരിക്കുമ്പോഴും നാം ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ഓർക്കണം. സ്തോത്രം. നമ്മെ കർത്താവ് ആക്കിയിരിക്കുന്നത് ക്രിസ്തുവിൽ സ്വർഗസിംഹാസനങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാ. ഫോർ എ ടൈം ബീങ് വി ആർ ഓൺ ദി എർത്ത്. ഒരു കുറെ കാലത്തിലേക്ക് വേണ്ടി
ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. പക്ഷേ നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. വി ആർ ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. ഇത് വെച്ചിട്ടാ പൗലോസ് പറയുന്നത്. ഇനി 4-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ച. 25-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ. 4:25. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം മനസ്സിൽ വെച്ചോണ്ട് 25-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചേ. ആകയാൽ ഓക്കെ, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. 4-ാം അധ്യായം മുഴുവൻ നമ്മൾ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എങ്ങനെ വളരുന്നു എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് വായിച്ച അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ചിന്തയായ 4-ാം അധ്യായത്തിന്റെ 25 മുതൽ 5-21 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പെരിക്കോപ്പെ എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ? പെരിക്കോപ്പെ, PERICOPE, പെരിക്കോപ്പെ. പെരിക്കോപ്പെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭാഗങ്ങളാണ്. ഒരു തോട്ട് മുഴുവനുമായിട്ട് വരുന്ന ഒരു ഭാഗത്തെ വേദപുസ്തകത്തിലെ പറയുന്നതാണ് പെരിക്കോപ്പെ. പെരിക്കോപ്പെ ഒരുപക്ഷെ 2 വാക്യങ്ങളാകാം, 5 വാക്യങ്ങളാകാം, 25 വാക്യങ്ങളാകാം, 2 ചാപ്റ്ററുകൾ മുഴുവനും ആകാം. കാരണം പിന്നീടാണല്ലോ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് മാറ്റിയത്. പൗലോസ് ഇത് എഴുതുമ്പം നമ്മൾ പണ്ട് കാലത്ത് എഴുതുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കിക്കേ. ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഇല്ലന്റിന്റെ അകത്തോ പേപ്പറിലൊക്കെ ലെറ്റർ എഴുതുമ്പോൾ ഖണ്ഡികകൾ പോലും നമ്മൾ തിരിക്കത്തില്ലായിരുന്നു. മേളി തൊട്ട് താഴെ വരെ ഒരൊറ്റ എഴുതുമായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്മളത് ഖണ്ഡിക തിരിച്ചെഴുതാൻ പഠിച്ചു, ഇല്ലേ? ഇപ്പൊ നമ്മൾ വീണ്ടും കുറെ കാലം കഴിഞ്ഞപ്പോൾ പോയിന്റ് ഇട്ട് എഴുതാൻ പഠിച്ചു. എത്രയും കൺസൈസ് ആക്കാമോ അത്രയും ചുരുക്കി എഴുതാൻ നമ്മൾ പഠിച്ചു. ഇതൊന്നും ഇല്ലാഞ്ഞ കാലത്ത് പ്രത്യേകിച്ച് ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഫേസ്യ ലേഖനത്തിന്റെ പ്രത്യേകതയാണ് ലോങ് സെന്റൻസാ, നിർത്തത്തില്ല, ഫുൾ സ്റ്റോപ്പ് ഇല്ല. എന്നാൽ എഴുതി വരുമ്പോൾ മുകളിലും താഴെയും തമ്മിൽ യോജിപ്പില്ലാഴിക ഒന്നുമില്ല. പൗലോസ് എഴുതുന്നതെല്ലാം ആക്യുറേറ്റ് ആയിട്ട്. കാരണം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ താൻ എഴുതുമ്പോൾ എഴുതി വരുന്നതിന്റെ ആ കോഹിറൻസ് നഷ്ടപ്പെടാതെ, ഒഴുക്ക് നഷ്ടപ്പെടാതെ, മാധുര്യം നഷ്ടപ്പെടാതെ വലിയ നീണ്ട സെന്റൻസുകളാണ് പൗലോസ് എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് 4:25 മുതൽ 5:21 വരെ ഒറ്റ പെരിക്കോപ്പയാ, ഒറ്റ ഭാഗമാ. മനസ്സിലായി? ഒരു കഷണമാ. അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തിരിക്കുന്നത്. നാം അങ്ങനെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ 4-ാം അധ്യായം 25 മുതൽ 5:21 മുതൽ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുക. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചോ? ഉപയോഗിച്ച വാക്ക് കണ്ടോ? ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ഞാൻ പറഞ്ഞായിരുന്നു എഫേസ്യ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. ഒരുപാട് പ്രാവശ്യം പൗലോസ് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ചെയ്യുക. അപ്പൊ പൗലോസ് ഒരു ഫിലോസഫി പറഞ്ഞു വരിക, ഒരു തത്വം അത് ഇതുവരെ വിശദീകരിക്കുകയായിരുന്നു. എന്നിട്ട് അത് അവിടെ ഉപേക്ഷിക്കാൻ പൗലോസ് താല്പര്യപ്പെടുന്നില്ല. പൗലോസ് പറയുന്നത് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നാം അതിന്റെ ശക്തി അനുഭവിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് പറയുന്നു. അതായത് ഒരു പഴയ വ്യക്തിത്വത്തിന്റെ അധാർമികതമായ രീതികൾ നമ്മൾ ഉരിഞ്ഞു കളയണം. നീതിയും വിശുദ്ധിയും നിറഞ്ഞ പുതിയ ജീവിത രീതി നമ്മൾ ധരിക്കണം. പുട്ട് ഓഫ് ആൻഡ് പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ട് ഓൺ. നമ്മൾ ഒന്ന് ഊരിക്കളയണം, നമ്മൾ വേറൊന്ന് ധരിക്കണം. പഴയ വ്യക്തിത്വത്തിന്റെ അധാർമ്മ്യ വഴികൾ നമ്മൾ ഉരിഞ്ഞു കളയണം. നീതിയും വിശുദ്ധിയും നിറഞ്ഞ പുതിയ ജീവിത രീതി നമ്മൾ ധരിക്കണം. അതിന് കുറെ കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. സ്തോത്രം. ദൈവമക്കളെ, പാപങ്ങൾക്ക് പേരിടാൻ പോലും പൗലോസ് ധൈര്യപ്പെട്ടു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ ഭാഗത്ത് 5 വ്യത്യസ്ത പാപങ്ങളുണ്ട്. അത് ഒഴിവാക്കാൻ പൗലോസ് പറയുന്നു. അതെന്തുകൊണ്ടാണെന്നും പൗലോസ് പറയുന്നു. സ്തോത്രം. നമുക്ക് ആ ഭാഗം ചിന്തിക്കാം. 5 വ്യത്യസ്ത പാപങ്ങൾ പൗലോസ് പറയുന്നു. ഒന്നാമത്തെ പാപം 25-ാം വാക്യത്തിൽ. നമ്മൾ എങ്ങനെ 25-ാം വാക്യം വായിച്ചത്? ആകയാൽ ഭോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. അപ്പോൾ ഒന്നാമത്തെ പാപം, ഉപേക്ഷിക്കേണ്ട പാപം
നമ്മൾ ധരിക്കേണ്ടുന്നത് വേണ്ടി പൗലോസ് പറയുന്നത് ഭോഷ്ക് അല്ലെങ്കിൽ നുണ നമ്മൾ ഉപേക്ഷിക്കണം. പൗലോസ് പറയുന്നത് ഉപേക്ഷിക്കേണ്ടുന്ന നമ്മുടെ പഴയ ശീലങ്ങളിൽ ആദ്യത്തേത് പരസ്പരം കള്ളം പറയുന്ന പ്രവണതയാണ്. ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. ഓരോരുത്തൻ തന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. സക്രിയാവിന്റെ പുസ്തകം 8:16. ഓക്കെ, സമയം എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് വായിക്കാം. ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ. നോക്കിക്കേ, ഇതിപ്പോ പുതിയ നിയമത്തിലെ ഒരു പഠിപ്പിക്കലായിട്ടല്ല പൗലോസ് പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരിൽ കൂടെ ദൈവം പറഞ്ഞ കാര്യമാണത്. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിലെ എഫേസസിലെ വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരും യഹൂദരല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇറ്റ്സ് എ മിക്സഡ് കമ്മ്യൂണിറ്റി. യഹൂദന്മാരും ഉണ്ട്, യവനായരും ഉണ്ട്, ജാതികളും ഉണ്ട്. സോ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നത് ഭോഷ്ക് ഉപേക്ഷിക്കണം, കൂട്ടുകാരനോട് സത്യം പറവീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളവര് അവരെ നമ്മൾ അലസോരപ്പെടുത്തുന്നതോ നമ്മുടെ എതിരാളികളായിട്ടോ മത്സരാർത്ഥികളായിട്ടോ കാണേണ്ടതില്ല. മറിച്ച് ക്രിസ്തുവിന്റെ ഏക ശരീരത്തിലെ സഹ അംഗങ്ങളാണ്. സ്തോത്രം. അപ്പൊ ഒരു നുണ എന്നത് ഒരാളെ കളിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ നാം സംസാരിക്കുന്ന വസ്തുതയ്ക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. യോഹന്നാൻ 8:44 നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ഭോഷ്ക് സംസാരിക്കുന്നു. അപ്പോൾ ദൈവവും അങ്ങനെയാണെന്ന് നാം വിശ്വസിക്കരുത്, നാം വിചാരിക്കരുത്. ദൈവം പറയുന്നുണ്ട്, ദൈവം ഭോഷ്ക് സംസാരിക്കുന്ന ദൈവം അല്ല. അതിന്റെ ഒരു ഉദാഹരണം മനസ്സിലാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ എന്തോ വായിക്കുന്നത്, സാത്താൻ അല്ലെങ്കിൽ സർപ്പയോട് ചോദിക്കുന്നത്, അതേ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഒരു സംശയത്തിന്റെ വിത്ത് കൊണ്ടുവരിക, ദൈവവും ഭോഷ്കിന്റെ ദൈവമാണോ? ഭോഷ്ക് പറയുന്നതിൽ ദൈവം എന്റെ കൂട്ടത്തിൽ നിൽക്കുമോ? കള്ളം പറയുന്നതിൽ ദൈവം എനിക്ക് അനുകൂലമായി സൈൻ ചെയ്ത് തരുമോ? ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒത്തിരി കള്ളം പറയുമായിരുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞാൻ ഒത്തിരി കള്ളം പറയുമായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കള്ളം തന്നെ വരുമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ഇതുമായിട്ട് ഞാൻ തന്നെ ഫെഡപ്പായി. പരിശുദ്ധാത്മാവിന്റെ നിറവിലും കൺവിൻസിലും ആണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ തന്നെ ഇതുകൊണ്ട് അങ്ങ് മടുത്തു. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇതിന്റെ അകത്തൊന്ന് പുറത്ത് വന്നേ ഒക്കത്തുള്ളൂ, കള്ളം പറയാൻ പാടില്ല. ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത് പിന്നീട് ഒരു 98% സത്യം പറയത്തക്ക രീതിയിലേക്ക് എത്തിച്ചേരാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ ഹെൽപ്പാണ് അതിന്റെ പിന്നിൽ ഉള്ളത്. എങ്കിലും ഞാൻ പറഞ്ഞത് അതിനോട് തന്നെ ഒരു അരോചകത്വം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടത്തക്ക രീതിയിൽ കള്ളം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 100% ഒന്നും ഞാനിപ്പോ പറഞ്ഞത് വേറെ കള്ളമാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കള്ളം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഭോഷ്ക് എന്ന് പറയുന്നത്, നുണ എന്ന് പറയുന്നത്, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ദൈവമക്കളുടെ വായിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി നാം ജീവിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, കേട്ടിരിക്കാൻ ഒരുപക്ഷെ അത്രയും എളുപ്പം അല്ലെങ്കിലും കേട്ടിരിക്കാനും നമ്മൾ കേട്ടിരിക്കും. പക്ഷെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കാത്ത കാര്യമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ക്രിസ്തുവിൽ നാം ജയാളികളാണ്. സ്തോത്രം. കഴിഞ്ഞ 2 പ്രാവശ്യം എഫേസ്യ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ച കാര്യം ദൈവമക്കൾ ഓർക്കുന്നു. നമ്മൾ ജയത്തിന് വേണ്ടി അല്ല പോരാടുന്നത്, ഒരു ആത്മീക യുദ്ധത്തിലാണ് നമ്മളെന്നുള്ള ഭാഗം ചിന്തിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ജയത്തിന് വേണ്ടി അല്ല നമ്മൾ പോരാടുന്നത്, മറിച്ച് നമ്മൾ എവിടാ? നമ്മൾ ജയത്തിലാണ്. ഓൾറെഡി വി ആർ വിക്ടോറിയസ് പീപ്പിൾ.
നമ്മൾ ജയിച്ചു കഴിഞ്ഞവരാണ്. ആ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭോഷ്കിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ കഴിയും. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കണം, കള്ളം പറയുമ്പോഴൊക്കെ സാത്താൻ പ്രവർത്തിക്കുകയാണ്. കാരണം ഭോഷ്കൊന്നും സത്യത്തിൽ നിന്നുള്ളതല്ലെന്ന് നിങ്ങൾക്കറിയാമെന്ന് 1 യോഹന്നാൻ 2:21 വായിക്കുന്നു. ഭോഷ്കിനെ സ്നേഹിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്ന ഏതൊരാൾക്കും നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 22:15 നമ്മൾ വായിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന് ചിന്തിക്കും ന്യായമായിട്ട്, എന്റെ പൊന്നു കർത്താവേ, അങ്ങനെയാണെങ്കിൽ കള്ളം പറഞ്ഞ് എല്ലാവരും നരകത്തിൽ പോവുമെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോകുന്ന ആരാ? കള്ളം പറയാത്ത ഏതേലും പാസ്റ്ററോ സെൻട്രൽ പാസ്റ്ററോ സീനിയർ പാസ്റ്ററോ പ്രസിഡന്റോ വല്ലവരും ഉണ്ടോ? ഇല്ല. ന്യായമായൊരു ചോദ്യം. വിശ്വാസികളുടെ കാര്യം പിന്നെ പോട്ടെ. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് ഇവിടെ പറയുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഭോഷ്കിനാൽ അല്ലെങ്കിൽ നുണകളാൽ അല്ലെങ്കിൽ കള്ളങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവരെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നുണകളെയും, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കബളിക്കപ്പെടുകയും, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭോഷ്ക് അല്ലെങ്കിൽ കള്ളം പറയുന്നതിനെയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനും പറയുന്നു, അങ്ങനെയുള്ളവരുടെ ഓഹരി നരകം തന്നെ എന്ന് പറയുന്നു. ക്രിസ്ത്യാനിയുടെ ജീവിതം, ദൈവ പൈതലിന്റെ ജീവിതം നിയന്ത്രിക്കപ്പെടേണ്ടത് ഭോഷ്കിനാലല്ല, നിയന്ത്രിക്കപ്പെടേണ്ടത് സത്യത്താല. സ്തോത്രം. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ആയുധങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾ ആ ഭാഗം ചിന്തിക്കുന്നുണ്ടെന്ന്. വീണ്ടും വീണ്ടും നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ ആയുധങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ സത്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായി നമ്മൾ ചിന്തിച്ചത്. അപ്പോ അത് ഒന്ന്, സത്യം മാത്രം പറയുന്നതിന് പൗലോസ് പറയുന്ന കാരണം ഒന്ന് ശ്രദ്ധിച്ചേ. അതിന്റെ ബി ഭാഗത്തിൽ നാം, അതിന്റെ 25-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിന്റെ ബി ഭാഗത്തിൽ എന്താ പറയുന്നത്? കാരണം നാം തമ്മിൽ അവയവങ്ങളല്ലോ, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇതിനർത്ഥം ക്രിസ്തുവിൽ നാം പരസ്പരം ബന്ധിക്കപ്പെട്ടവരാണ്. ശരീരം സ്നേഹത്തിൽ കെട്ടപ്പെടുക്കുവാൻ പൗലോസ് നമ്മോട് പറയുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ശരീരത്തെ സത്യത്തിൽ കെട്ടിപ്പടുക്കുവാൻ നാം ഉത്സാഹിക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. ആ വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യർ 4:15 ഒന്ന് വായിച്ചേ. 4:15 ഒന്ന് വായിച്ചേ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്നിങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. 4:15 എന്താ പൗലോസ് പറയുന്നത്? സ്നേഹത്തിൽ സത്യം സംസാരിക്കാൻ, സ്പീക്കിംഗ് ഇൻ ട്രൂത്ത്, അല്ലെ? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ലവ്. അതിന് ഒറ്റ വാക്ക് പറയുന്നത് ട്രൂത്തിങ് എന്നാണ്. ട്രൂത്തിങ്, ഒറ്റ വാക്ക് ട്രൂത്തിങ്. സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ലവ്. മുറിപ്പെടുത്തുന്നതാവാം, പക്ഷെ കള്ളം പറഞ്ഞല്ല അതിനെ ഒഴിവാക്കേണ്ടത്. സ്നേഹത്തിൽ അത് സത്യമായി പറയണം. അലയോന്തെറ്റിസിൻ അഗാപ്പെ എന്നാണ് ഗ്രീക്കിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അലയോന്തെറ്റിസിൻ അഗാപ്പെ എന്ന് പറഞ്ഞാൽ സത്യമാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ സത്യം വേറൊരാൾക്ക് ഒരുപക്ഷെ മുറിപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പുള്ളിടത്തോളം കാലം മുറിപ്പെടുത്തുവാൻ വേണ്ടിയായിട്ടുള്ള ഒരു സത്യമല്ല നമ്മൾ പറയുന്നത്. എന്നും കണ്ട് സത്യം നമുക്ക് മറച്ചു വെക്കാൻ വേണ്ടി കള്ളം പറയാനും പറ്റും. മലയാള ഭാഷയിൽ പറയും, സത്യം പറഞ്ഞ അപ്പൻ അമ്മയെ തല്ലും, സത്യം പറഞ്ഞില്ലെങ്കിൽ അപ്പം പട്ടിയിറച്ചി തിന്നും. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ പണ്ടേ നാട്ടിലുള്ള പറച്ചിലുകളാണ്. അപ്പൊ രണ്ടിനാൽ ഞരങ്ങുക. സത്യം പറയാൻ പറ്റുമോ? സത്യം പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അപ്പൻ അമ്മയെ തല്ലും, അപ്പൊ പിന്നെ മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാൽ അപ്പം പട്ടിയിറച്ചി തിന്നും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ഒരു വല്ലാത്തൊരു ഡൈലമേലായി പോകുമ്പോഴാണ് നമ്മൾ ഏത് വശമാണ് എളുപ്പം തെരഞ്ഞെടുക്കുന്നത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ചൂസ് ദി അതർ സൈഡ്. വി ലൈക്ക് ടു സ്പീക്ക് ലൈ. കള്ളം പറയാനാണ് നമ്മൾ ആദ്യത്തെ വഴി തെരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? സത്യമല്ലേ ദൈവമക്കളെ? നമ്മളൊരു ന്യായമായി ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത്
ഒരു നിർദോഷമായ ഒരു കള്ളമാണെന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞ് നമ്മളെ കള്ളം പറയാൻ ആദ്യം ശരിയാക്കുന്നത്. അപ്പൊ പൗലോസ് പറയുന്നത് അല്ല, മറിച്ച് സത്യം തന്നെ സംസാരിക്ക്, അത് സ്നേഹത്തിൽ സംസാരിക്ക്. സ്തോത്രം. പോഷ്ക്ക് നമ്മൾ ഉപേക്ഷിക്കണം. കാരണം നാം തമ്മിൽ അവയവങ്ങൾ അല്ലോ. സ്തോത്രം. പരസ്പര അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം സ്വാധീനിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ നിന്ന് വേറിട്ട് പരസ്പരം കെട്ടിപ്പടുക്കാൻ 4:16 കഴിയത്തില്ല. ഓക്കെ. അപ്പോൾ ആദിമ സഭയിൽ വിധിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ട, നരകത്തിന് വിധിക്കപ്പെട്ട ആദ്യത്തെ പാപം എന്ന് പറയുന്നത് നുണയായിരുന്നു, ഓഷ്കായിരുന്നു. ദൈവസഭയുടെ, ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ ശിക്ഷാവിധി എന്ന് പറയുന്നത് നുണയായിരുന്നു. ഇത്രയ്ക്കോ അനന്യാസ്, അതെ, അനന്യാസും സഫീറയും ഇത്രയ്ക്കോ നിങ്ങൾ നിലവിറ്റത്, അതെ, ഇത്രയ്ക്ക്. സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ എത്രത്തോളം പേടിയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ ഇത് പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് മുക്തനായെന്നോ, കേൾക്കുന്ന നിങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് മുക്തരായെന്നോ ഇതുകൊണ്ട് അർത്ഥമില്ല. നമുക്കൊരുപാട് കഷ്ടപ്പെടേണ്ടി വരും, കഠിനപ്പെടേണ്ടി വരും, വേദനപ്പെടേണ്ടി വരും, ഒരുപാട് എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരും. 2025 നമുക്കൊരു തീരുമാനം എടുക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. കർത്താവേ, കഴിഞ്ഞ നാളുകളെക്കാൾ കൂടുതൽ സത്യം സംസാരിക്കുവാൻ എനിക്ക് അങ്ങ് കൃപ ചെയ്യണം. അങ്ങനെ അല്ലാത്തൊരു സമയത്ത് എന്നെ തന്നെ അടക്കി മിണ്ടാതിരിക്കുവാൻ, കള്ളം പറയാതിരിക്കാൻ എനിക്ക് കൃപ ചെയ്യണം എന്ന് നമ്മൾ ദൈവമക്കള് നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇനി സത്യം സംസാരിച്ചിട്ട് ഛേദം വന്നാലും പറഞ്ഞേ, മാറാത്തവൻ. ആമേൻ. സ്തോത്രം. സത്യം സംസാരിച്ചിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. അപ്പോൾ ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ കർത്താവ് നമുക്ക് പിന്നെയും കൃപ ചെയ്യട്ടെ. അപ്പൊ ഒന്നാമത് ഫോഷ്ക്ക്. രണ്ടാമത് 26ഉം 27ഉം വാക്യങ്ങൾ. 26ഉം 27ഉം വാക്യങ്ങൾ വായിക്കാം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അപ്പൊ രണ്ടാമത്തെ പാപമാണ് കോപം. കോപം എന്ന് പറയുന്നത് നമ്മളെ അപ്രീതിപ്പെടുത്തുന്ന എന്തെങ്കിലും മൂലമുണ്ടാകുന്ന വൈകാരികമായ ഒരു ഉത്തേജനമാണ്. അതാണ് കോപം. നമുക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും മൂലം ഉണ്ടാകുന്ന ഒരു വൈകാരികമായ ഉത്തേജനമാണ് ഈ കോപം. അതിനാൽ തന്നെ കോപം ഒരു പാപമല്ല. കാരണം ദൈവത്തിന് പോലും കോപിക്കാൻ കഴിയും. കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ദൈവമക്കൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ധാർമ്മികതയിൽ നിന്ന് പാപത്തിനെതിരെ ഉണ്ടാകുന്ന പ്രതിഫലനമാണ് ദൈവത്തിന്റെ കോപം. അതല്ല മനുഷ്യന്റെ കോപം. അവിടാണ് വ്യത്യാസം. അത് ഞാൻ വിശദമായിട്ട് അന്ന് പറഞ്ഞതായിരുന്നു. പാപത്തിനെതിരായി ദൈവത്തിന്റെ പ്രതിഫലനമാണ് ദൈവത്തിന്റെ കോപം. എന്നാൽ മനുഷ്യന്റെ കോപം എന്ന് പറയുന്നത് പാപത്തിനെതിരായിട്ടുണ്ടാകുന്ന പ്രതിഫലനമല്ല, മറിച്ച് പാപത്താൽ ഉണ്ടാകുന്ന പ്രതിഫലനമാണ്. സ്തോത്രം. ദൈവമക്കളെ, ഐ ഹോപ്പ് ദാറ്റ് യു ആർ ഫോളോയിങ് മീ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്റെ കൂടെ. കാരണം മനുഷ്യന്റെ പാപവും മനുഷ്യന്റെ കോപവും ദൈവത്തിന്റെ കോപവും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ആവർത്തന പുസ്തകം 9:8, അതിന്റെ 20, സങ്കീർത്തനം 2:12, സംഖ്യ 25:4, ഇരമ്യാവ് 4:8, 12:13, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ ഉഗ്രകോപം, യഹോവയുടെ ഉഗ്രകോപം പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ കോപം പാപത്തിനെതിരായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗമാണ്. പാപത്തിനെതിരായ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 21-ാം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ, നിങ്ങൾ ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് ചാട്ടവാറുണ്ടാക്കി യേശു ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ തൻ കോപത്താലാണ് അത് ചെയ്തത്. അപ്പോൾ ദൈവത്തിന്റെ കോപം പാപത്തിനെതിരെ ന്യായവിധിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കോപം വരത്തില്ല. കാരണം നമ്മുടെ വികാരങ്ങൾ പാപത്താൽ മലിനമായിരിക്കുന്നതിനാലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിനുള്ള അതേ അറിവ് നമുക്കില്ല. അതിനാലും
ദൈവം കോപിക്കുന്ന കോപം നമുക്ക് കോപിക്കാൻ കഴിയത്തില്ല. ദൈവം വ്യക്തമായി എല്ലാം കാണുകയും പരിപൂർണമായി അറിയുകയും ചെയ്യുന്നു. നമുക്ക് ആ അറിവ് ഇല്ല. സങ്കീർത്തനം 97:10 പറയുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ പാപത്തെ വെറുക്കുവിൻ, അല്ലെ തിന്മയെ വെറുക്കുവിൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? 26-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. കോപിച്ചാൽ, 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 കോപിക്കരുതെന്നല്ല പറഞ്ഞേ, കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിപ്പീൻ. ദേഷ്യം വരാം, കോപം വരാം, അത് വരുന്നത് പാപമല്ല, പക്ഷേ അത് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവസരമുണ്ടാകരുത്. കൊല നടക്കുന്നത് എങ്ങനാ? കൊലപാതകം നടക്കുന്നത് പെട്ടെന്നുണ്ടായ ആവേശത്തിൽ ചെയ്തു പോയതാണെന്നൊക്കെ വക്കീലുമാര് വാദിച്ചാലും, കോപം ഉണ്ടായപ്പോൾ കോപത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ടുണ്ടായ പരിണിത ഫലമാണ് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. നമുക്ക് കോപം വരുമ്പോൾ നമ്മൾ കത്തിയെടുത്ത് ആരെയും കുത്താറില്ല, പക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പലരെയും പലവട്ടം കൊന്നു കഴിഞ്ഞവരാണ്, അല്ലെ? ജീവിതത്തിൽ പൊങ്ങാത്ത രീതിയിൽ കൊന്നു കുഴിച്ചിട്ട് ശവമടക്കം കഴിച്ചതാ പല കാര്യങ്ങളിൽ നമ്മൾ. ശരിയാ, മനുഷ്യൻ. എന്റെ വായിലെ വാക്കുകളൊക്കെ എത്രയോ മുറിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു എന്ന് പലപ്പോഴും എന്നോട് കൂടെ ഉള്ളവര് പറയുമ്പോഴായിരിക്കും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിവുള്ളിടത്തോളം ഞാൻ എൻ്റെ വാക്കുകളെ ക്രമീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ ആ വാക്കുകൾ വളരെ മുറിപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ പറയുകയാണെങ്കിൽ നമ്മൾ കൊലപാതകം ചെയ്ത് കഴിഞ്ഞവരാ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് വീണ്ടും പറയുന്നത്, കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. പ്രശ്നം പെട്ടെന്ന് തീർക്കണം. സൂര്യൻ അസ്തമിക്കുന്നിടം വരെ നമ്മുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. ഞാൻ ഒന്നുകൂടെ അതൊന്ന് ഊന്നി പറയട്ടെ, നമ്മുടെ കോപത്തിൽ സൂര്യൻ അസ്തമിക്കരുത്. സ്തോത്രം. അതിനു മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ കോപം മാറിയിരിക്കണം. കാരണം അത് ആപത്തായി മാറുന്നത് വരെ നമ്മൾ അതിനെ പരിചരിക്കരുത്. നമുക്ക് ദേഷ്യം വരാൻ കാരണമായ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും സാഹചര്യത്തെ മനസ്സിലാക്കി അനുരഞ്ജനമോ ക്ഷമയോ തേടിക്കൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം. അല്ലെങ്കിൽ വേദപുസ്തകം ഇങ്ങനെ എഴുതത്തില്ലല്ലോ. മത്തായിയുടെ സുവിശേഷം 5-25 വാക്യത്തിൽ നമ്മുടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ ഗിരിപ്രഭാഷണമൊക്കെ ഒത്തിരി പഠിപ്പിച്ചതാണല്ലോ. 5-25 വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ പ്രതിയോഗിയോടുകൂടെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളുക. കാരണം ഇതിനെ പാല് കൊടുത്ത്, കോപത്തെ പാല് കൊടുത്ത് വളർത്തി ചിന്തിച്ച് വലുതാക്കി 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 അവസാനം അതുകൊണ്ട് പാപത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കർത്താവ് പറയുക, നിന്റെ പ്രതിയോഗിയോടുകൂടെ വേഗത്തിൽ ഇണങ്ങിക്കൊള്ളണം. മത്തായി തന്നെ 18:15 നമ്മുടെ കർത്താവ് തന്നെ വീണ്ടും പറയുകയാണ്, നീയോ അവന് മാത്രം ഉള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക. സ്നേഹപൂർവകമായ ക്ഷമയാൽ കോപത്തിന്റെ അഗ്നിയെ നമ്മൾ കെടുത്തിയില്ലെങ്കിൽ അത് പടർന്ന് 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 ദൈവത്തിന്റെ പ്രവൃത്തിയെ മലിനമാക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രി വീണ്ടും 2025 ഒരു സന്ദേശമായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തരുന്നൊരു സന്ദേശം ഇതാണ്. ഭോഷ്ക് ഉപേക്ഷിക്കുന്നത് പോലെ അടുത്തത് കോപം നമ്മൾ ഉപേക്ഷിക്കണം. കോപം നമ്മൾ ഉപേക്ഷിക്കണം. അത് വെച്ചുകൊണ്ടിരിപ്പാൻ ഇടയാകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഒരു ചോദ്യമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ഇതിടുമ്പോൾ, ക്ഷമിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ, നമ്മളോട് പിണങ്ങിയവരോടും നമ്മളോട് പകച്ചവരോടും നമ്മളെ ഉപദ്രവിച്ചവരോടും നമ്മളെ ചീറ്റ് ചെയ്തവരോടും നമ്മളെ ചതിച്ചവരോടും പ്രതീക്ഷിക്കാത്തത് നമുക്കെതിരെ ചെയ്തവരോടും ഇന്ന് രാത്രിയിലും കോപം വെച്ചുകൊണ്ടിരിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് എഫേസ്യ ലേഖനം ഈ 4-ാം അധ്യായത്തിന് 25 മുതലുള്ള വാക്യങ്ങളിൽ കൂടെ ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ നമ്മളോട് സംസാരിക്കുകയാ. പ്രിയ ദൈവ വൈതലേ, നിന്നെ സ്വർഗസിംഹാസനങ്ങളിൽ ഇരുത്തിയിരിക്കുക. ശവക്കുഴിയിൽ നിന്ന്, നാറ്റം വമിക്കുന്ന അവസ്ഥയിൽ നിന്ന് എടുത്ത് രൂപാന്തരം വരുത്തി സ്വർഗോന്നതങ്ങളിൽ കർത്താവിനോടൊപ്പം ഇരുത്തിയിരിക്കുന്നത് കൊണ്ട്, നീ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ട് നിനക്ക് കോപം വെച്ചുകൊണ്ടിരിപ്പാൻ കഴിയത്തില്ല. മനഃപൂർവമായി ക്ഷമിച്ചേ കഴിയത്തുള്ളൂ. ഇവിടെ കർത്താവ് പറയുന്നത്, നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക, വേഗം ഇണങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ അത് മനസ്സിലാക്കുന്നു.
ഐ ഫീൽ ഇൻ ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അത് ആത്മാവിൽ മനസ്സിലാക്കുന്നു. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി വ്യക്തമായി സംസാരിക്കുന്നു. പ്ലീസ്, ദൈവത്തിന്റെ വചനത്തിനെതിരായി മറുതലിക്കരുത്. ഇന്ന് രാത്രി ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് എങ്കിൽ, എവിടേക്കെയോ ഒരു കോപത്തിന്റെ അവസ്ഥ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നാം കർത്താവിലാണ്, നാം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്, ഈ ഭൂമിയിലുള്ളവരല്ല നമ്മള്. ആകയാൽ നാം കോപം ഉപേക്ഷിക്കണം. സ്തോത്രം. കോപത്തിന്റെ വെച്ച് നമ്മൾ അതിന് പാല് കൊടുത്ത് നമ്മൾ അതിനെ വളർത്തി പാപത്തിന്റെ പരിണിത ഫലത്തിലേക്ക് അത് കൊണ്ടുപോകരുത്. ക്ഷമയുടെ വെള്ളം ഒഴിച്ച് കോപത്തിന്റെ അഗ്നിയെ കെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. മത്തായി 5:21 മുതൽ 26 വരെ ഒന്ന് വായിച്ചാരെ. 5:21 മുതൽ മത്തായി 5:21 മുതൽ 26 വരെ ഒന്ന് വായിച്ചാരെ പ്ലീസ്. എന്റെ ഹൃദയത്തിന് വല്ലാതൊരു പ്രേരണ അവിടെ നിന്ന് തരുന്നത് കൊണ്ട് അതൊന്ന് വായിച്ചാരെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രതിയോട് വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്തോത്രം. കാരണം പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കാലുറപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരവസരമാണ് ഈ കോപം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ കാലുറപ്പിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു അവസരമാണ് കോപം എന്ന് പറയുന്നത്. കോപം എപ്പോഴും വരാം, ആർക്കും വരാം. പക്ഷേ കോപിച്ചാൽ എത്രയും നേരത്തെ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ. എനിക്കറിയാവുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ലിറ്ററലി ഐ നോ. ഞങ്ങളുടെ അടുത്തുള്ള ഒരു അമ്മച്ചിയാണ്. വീട്ടുപേരൊക്കെ പറഞ്ഞാല് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, കുറച്ചു പേർക്കൊക്കെ. ഞാൻ ആ വീട്ടുപേരങ്ങ് മറന്നുപോയി. എൻ്റെ വീട് കങ്ങഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കങ്ങഴ മുണ്ടത്താനത്താണ്. അവിടുത്തെ മേലേടത്തെ അമേരിക്കയിലൊക്കെ ഉള്ള കുടുംബങ്ങളാണ്. പലർക്കും അറിയാവുന്നതാണ്. മേലേടത്തെ എം എ എബ്രഹാമും ഒക്കെ അവർക്കുണ്ട്. അവിടുത്തെ അമ്മച്ചി എന്നോട് പറഞ്ഞത്, അമ്മച്ചിയുടെ നാത്തൂനെ കുറിച്ച് പറഞ്ഞതാ. മേലേടത്തെ അമ്മച്ചിയുടെ നാത്തൂനെ കുറിച്ച് എന്നോട് പറഞ്ഞതാ. അപ്പച്ചന് വളരെ മുൻകോപിയാണ്. ദേഷ്യം എപ്പോഴും വരും. ഒത്തിരി പണിക്കാർ വീട്ടിലുണ്ട്, ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. രാവിലെ പണിക്കാരും കാളെ പൂട്ടുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ രാവിലത്തെ കാപ്പി, ഉച്ചക്കത്തെ ആഹാരം, 4 മണിക്കത്തെ എല്ലാം റെഡിയായിരിക്കണം. അപ്പച്ചൻ ദേഷ്യപ്പെടുന്നു കണ്ടാൽ അമ്മച്ചി ഓടിപ്പോയി വെള്ളം എടുത്ത് വായിക്കകത്ത് ഒഴിക്കും. പിന്നെ ആ വായിന്ന് ആ വെള്ളം തുപ്പത്തില്ലെന്ന്. ഇത് സ്വന്തം ചേടത്തിയെ കുറിച്ചോ അനിയത്തിയെ കുറിച്ചോ മകളെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. നാത്തൂനെ കുറിച്ച് പറഞ്ഞത് വേറൊരു നാത്തൂൻ പറഞ്ഞതാണ്. ആങ്ങളയുടെ ഭാര്യയെ കുറിച്ച് വേറെ നാത്തൂൻ പറഞ്ഞതാ. അതിനൊത്തിരി വാല്യൂ ഉണ്ട്. ഞാൻ ഓർക്കുകയായിരുന്നു. സ്തോത്രം ദൈവമക്കളെ. അപ്പൊ ഒരു ക്ഷമയ്ക്ക് വേണ്ടിയുള്ള കഠിനമായ ഒരു തീരുമാനം എടുക്കുന്ന ആ പ്രിയ മാതാവിനെ ഓർത്ത് ഇന്ന് ഭൂമിയിൽ ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? വായിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നത് പോയിട്ട് ആ സ്ഥലമെങ്കിലും വിട്ടുപോകാൻ നമ്മൾ ശ്രമിക്കുമോ? ഇല്ല. ഈ കാര്യത്തിൽ എനിക്കൊത്തിരി ക്രമീകരിക്കേണ്ടതുണ്ട്. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്. എനിക്കൊത്തിരി ക്രമീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ന്യായം എന്റെ ഭാഗത്താണെന്ന് തോന്നിയാൽ ഈ ന്യായം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും, ഞാൻ നിൽക്കും, ഞാൻ ദേഷ്യപ്പെടും. പ്രത്യേകിച്ച് നാട്ടിലെ വണ്ടി ഓടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. മാന്യമായിട്ടാ വണ്ടി ഓടിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. കഴിവുള്ളിടത്തോളം നിയമം പാലിച്ചൊക്കെയാ വണ്ടി ഓടിക്കുന്നതെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ എന്റെ റോങ് സൈഡിൽ റബ്ബ് ചെയ്തു പോകുന്ന ഒരാളോട് എനിക്കെന്റെ ദേഷ്യം കയറുമ്പം ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് ഞാൻ മുമ്പിൽ പോയി അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എൻ്റെ ദേഷ്യമാ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരുന്നോണ്ട് പറയും, ഉപദേശിയാണെന്ന് എന്നോട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്നാണെന്ന് അറിയാമോ ദൈവമക്കളെ? യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാതെ പറഞ്ഞു വരുമ്പം ഞാൻ നീതിമാനും ബാക്കി എല്ലാവരും
അങ്ങനെ അല്ലാത്തവരെന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് ഒരിക്കലും എത്തരുത്. കാരണം ഇതൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സ്പഷ്ടമായി സംസാരിച്ച ഭാഗങ്ങളാണ്. ഞാൻ ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട കാര്യങ്ങൾ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മളിൽ എത്ര പേർക്ക് കോപം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട്? നാം ഒരു ഉത്സാഹം എടുക്കാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവെ കൃപ തരണം ഞങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ. നമ്മൾ ഈ അടുത്തത് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം. പെട്ടെന്ന് എനിക്കറിയാം സമയം പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇത് വളരെ എൻജോയ് ചെയ്യുക. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് വരും. മൂന്നാമത്തെ ഭാഗം 28-ാം വാക്യം ഒന്ന് വായിച്ചേ. 28-ാം വാക്യം. കള്ളൻ ഇനി കാക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ ചെയ്യേണ്ടത്. അധ്വാനിക്കുക അത്രേ വേണ്ടത്. അപ്പൊ 1 ഭോഷ്ക്, 2 കോപം, 3 മോഷണം. ഒരുപക്ഷെ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. പാസ്റ്ററെ, നമ്മളൊക്കെ ദൈവമക്കളാ, നമ്മളാരും മോഷ്ടിക്കാറില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ മോഷണത്തെ കുറിച്ച് പൗലോസ് വിവരിക്കുന്ന ഭാഗങ്ങളും വേദപുസ്തകത്തിന്റെ ആകമാനമായ ഐഡിയയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മോഷ്ടാക്കളുടെ ലിസ്റ്റിൽ പെടുമെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. നമുക്ക് അവിടേക്ക് വരാം. മോഷ്ടിക്കരുതെന്ന് 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ്. ദൈവം ആ കൽപ്പന നൽകിയപ്പോൾ സ്വത്തിന്റെ സ്വകാര്യ ഉടമസ്ഥതയ്ക്കുള്ള അവകാശം ദൈവം സ്ഥാപിക്കുക ചെയ്തത്. ഒരാളുടെ സ്വത്തിന്റെ മേൽ അവർക്കുള്ള ഉടമസ്ഥാവകാശം ദൈവം സ്ഥാപിക്കുക ചെയ്തത്. നോക്കിക്കണം, ദൈവം എത്ര വളരെ എന്നാ പറയുന്നത് നിഷ്കർഷയോടുകൂടെ പറഞ്ഞൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഒരു മനുഷ്യന്, സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ ശക്തിയെ നേട്ടമാക്കി മാറ്റാനും ആ നേട്ടം നിലനിർത്താനും ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനോ പേരുണ്ടാക്കാനോ നിങ്ങൾക്ക് അവകാശമുണ്ട്, അത് നിലനിർത്താൻ അവകാശമുണ്ട്. ബുദ്ധിയുടെ ശക്തിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യുവാനും അതിൽ കൂടെ സമ്പത്ത് ഉണ്ടാക്കാനും അത് സൂക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് മോഷണത്തിന്റെ ഡിക്ഷണറിയിൽ മോഷണത്തിന്റെ നിർവചനം പറയുന്നിടത്ത് കേവലം വസ്തുക്കളുടെ മാത്രമല്ല മോഷണം, ആശയങ്ങള് മോഷ്ടിക്കുന്നവര്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ എൻ്റെ ഒരു സ്റ്റുഡന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ 1-2 പോയിന്റ് അതിൽ നിന്ന് വിട്ടുപോയി, സാർ എഴുതി വെച്ച ആ സ്ക്രിപ്റ്റ് എനിക്ക് ഇങ്ങോട്ട് തരാമോ എന്ന് ചോദിച്ചു. എന്റെ ബൈബിളിൽ ഇരിക്കുന്ന സ്ക്രിപ്റ്റ് എഴുതിയ പോയിന്റുകളെല്ലാം എഴുതിയ പേപ്പർ പുള്ളിക്ക് വേണം. ഞാൻ എഴുതിയപ്പോ എല്ലാം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. കുറഞ്ഞ പക്ഷം പുള്ളിക്കാരൻ അത്രയും ചോദിച്ചു. പലപ്പോഴും ഒരു പാസ്റ്റർ വേറൊരു പാസ്റ്ററുടെ പ്രസംഗം മുഴുവൻ കോപ്പി അടിച്ച് പ്രസംഗിച്ചാലും കോപ്പി അടിച്ചാന്ന് പറയത്തില്ല. അത് വിശുദ്ധ മോഷണത്തിന്റെ പരിധി വരത്തില്ല. കാരണം ദൈവത്തിന്റെ മുമ്പിൽ മോഷണമല്ല ഒന്നേ ഉള്ളൂ, വിശുദ്ധ മോഷണം എന്ന് പറയുന്ന മോഷണം ദൈവത്തിന്റെ മുമ്പിൽ ഇല്ല. അതാണ് എന്റെ ഒരു സാറ് പറഞ്ഞതാ. സാറ് പ്രസംഗിച്ച പ്രസംഗം ആണുവിട വിടാതെ, ഒരു വാക്ക് പോലും വിടാതെ സാർ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ സാറിന്റെ ശിഷ്യൻ മുഴുവൻ പ്രസംഗിച്ചു. സാറിനൊരു ഭയങ്കര ഷോക്കായിപ്പോയി. ഒന്നും വിട്ടിട്ടില്ല, മുകള് തൊട്ട് താഴെ വരെ എല്ലാം പുള്ളി മനപ്പാടമായിട്ട് പുള്ളി പ്രസംഗിച്ചു. മോഷണം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും, ഇതെന്റെ അല്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയും. കാരണം ഈ ക്ലാസിന്റെ എല്ലാ ആരംഭത്തിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതിന്റെ എല്ലാം എന്റെ ആശയങ്ങളല്ല. ഞാൻ എടുത്ത പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്ന്. 2-3 പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ പഠിക്കാൻ ഞാൻ തയ്യാറാക്കിയത്. അതിന്റെ ആദ്യത്തെ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞിരുന്നു, കഴിവുള്ളിടത്തോളം അക്നോളജ് ചെയ്യാൻ നമ്മൾ ഒരുക്കമായിരിക്കണം.
വേറൊരാള് പറഞ്ഞൊരു കാര്യം നമ്മൾ വേറൊരിടത്ത് പറയുമ്പോൾ ആ താൽക്കാലികമായി നമുക്ക് അവിടെ ഒരു അഭിമാനം ലഭിക്കുമെങ്കിലും ആൾക്കാർ നമ്മളെ പുകഴ്ത്തുമെങ്കിലും നമ്മൾ തുറന്നു പറയാൻ തയ്യാറാകണം. ഇതെന്റെ ആശയമല്ല, ഇതെന്റെ ഐഡിയ അല്ല, വേറൊരാൾ പറയുന്നത് ഞാൻ കേട്ടതാണെന്ന് നമ്മൾ പറയാൻ കഴിയണം. മോഷണം അതാണ്. യൂട്യൂബിലൊക്കെ നല്ല പാചകത്തിന്റെ കുറിപ്പ് എഴുതി നല്ല തന്മയത്വത്തോടു കൂടി ആൾക്കാർ ഇടും. കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിന്റെ അകത്തുനിന്ന് ഒരു മെസ്സേജ് വരും, നിങ്ങൾ വയലേറ്റ് ചെയ്തു, ഇത് ഓൾറെഡി വേറെ ആരോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ AI സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് ആരെങ്കിലും സ്യൂ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഇതെല്ലാം കോപ്പിയാണ്. മോഷണം വേറൊരാളുടെ ആശയമോ വേറൊരാളുടെ സമ്പത്തോ വേറൊരാളുടെ ശക്തിയോ കഴിവോ ഒക്കെ മോഷ്ടിക്കപ്പെടുന്നതെല്ലാം മോഷണമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രി നാം ഒന്ന് ചിന്തിക്കണം. അപ്പൊ മോഷണത്തിന് എത്രയോ അർത്ഥഗാംഭീര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാർക്ക് അവരുടെ സ്വത്തിന്റെ സംരക്ഷണത്തിനായി ദൈവം ഇതൂടെ പറഞ്ഞ് നമ്മൾ നിർത്താം. ദൈവം നിരവധി നിയമങ്ങൾ നൽകി. അപ്പൊ പൗലോസ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ, എഫേസ്യ ലേഖനം പോലുള്ള ലേഖനങ്ങൾ എഴുതുന്ന കാലഘട്ടത്തിൽ അടിമകളുടെ പ്രധാന ജോലി ആയിരുന്നു, പ്രധാന കാര്യമായിരുന്നു മോഷണം. അടിമകൾ കാരണം അവർക്ക് പ്രിവിലേജസ് ഇല്ല. എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനായിട്ട് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് മോഷണം വരുന്നത്, പ്രത്യേകിച്ച് ക്രിമിനോളജി ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്, തെറ്റ് ചെയ്യുന്നത്, ക്രിമിനലായി തീരുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ അകത്ത് കൂലങ്കക്ഷിതമായ പഠിത്തങ്ങൾ നടക്കുമ്പോൾ അവർക്ക് ആ പ്രിവിലേജ് ഇല്ലാതെ പോയത് കൊണ്ടാണ് അവർ ചെയ്തത് എന്നൊക്കെ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റുകളും ഒക്കെ അതിനെ വിശദമായിട്ട് പഠിച്ചൊക്കെ പറയുമ്പം അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ കുറിച്ച് പറയുന്നത് ഒരു സോഷ്യോളജിയുടെയും ഒരു ആന്ത്രോപോളജിയുടെയും ഒരു ക്രിമിനോളജിയുടെയും സപ്പോർട്ട് ഇല്ലാതെ പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് as we are new creations in Christ, നമ്മൾ ക്രിസ്തുവിലെ പുതിയ സൃഷ്ടി ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് മോഷണം പാടില്ല. സ്തോത്രം. കാരണം ഈ അടിമകൾ നന്നായിട്ട് പരിപാലിക്കപ്പെടുന്നില്ലായിരുന്നു. അവർക്ക് എന്നും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. നിയമം അവർക്ക് സംരക്ഷണം നൽകിയില്ല. അതുകൊണ്ടാണ് പൗലോസ് തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ 2:10 പറയുന്നുണ്ട്, വഞ്ചിച്ചെടുക്കരുത്, നിങ്ങളുടെ യജമാനന്മാരോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. അടിമകൾ മാത്രമല്ല, പൊതുവെ എല്ലാ മനുഷ്യരും, പൗരന്മാരെല്ലാവരും വിവിധമാരമായ മോഷണത്തിന് അടിമകളായിരുന്നു. കാരണം എഫേസ്യ സഭയിലെ ആളുകൾക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ അത് നിർത്തണം. പുറപ്പാട് പുസ്തകം 20:15 നമ്മൾ കണ്ട 10 കൽപ്പനയില് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നാം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടെ ഒന്ന് വായിച്ച് 28, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. എനിക്കറിയത്തില്ല എത്ര ദൈവമക്കൾ ഈ ഭാഗം എൻ്റെ കൂടെ മനസ്സിലാക്കുന്നത്. ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ് ഹിയർ. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുക. ഇൻ 2-3 minutes ഞാൻ നിർത്തുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റിയാ പറയുന്നത്. ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റിക്ക് നമ്മൾ എന്നാ പറയുന്നത്? ഓക്കെ, ഒരു എന്ന് പറഞ്ഞാല് ഈ കള്ളു കുടിച്ച് മത്തരാകരുത് എന്നൊക്കെ പൗലോസ് ഈ 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 15 മുതൽ 21 ഒരു വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കള്ളു കുടിച്ച് മത്തരാകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കള്ളു കുടിച്ച് മത്തരായി അർത്തമിസ് ദേവിയെ പ്രസാദിപ്പിക്കുന്ന ഒരു ആരാധനയുടെ ഭാഗക്കാരായിരുന്നു ഇവര്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് തുറന്നു പറയുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ പിക്ചറിലേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പിക്ചർ വരുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. മതോന്മക്തരായി ഉന്മാദരായി ആരാധനയുടെ ഭാഗമാക്കി മാറ്റി കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തയിലേക്ക് എളുപ്പം വരുന്നുണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ചിന്തിച്ച എഫേസ്യ ലേഖനത്തില് അർത്തമിസ് ദേവിയുടെ ആരാധനയുടെ ഭാഗമായിരുന്നു കുടിച്ച മതോന്മത്തരായി വിവസ്ത്രരായി അനാശാസ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ദേവിയെ പ്രസാദിപ്പിക്കുന്ന അർത്തമിസ് ദേവിയെ പ്രസാദിപ്പിക്കുന്ന ആരാധനയുടെ വക്താക്കളായിരുന്നവരോട് പൗലോസ് കൊടുക്കുന്ന ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകുക അല്ല ചെയ്യേണ്ടത്. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും. ഓൾട്ടർനേറ്റീവ് സ്പിരിച്വാലിറ്റി പൗലോസ് എഫേസ്യ സഭയ്ക്ക് കൊടുക്കുന്നത് അതേ ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓൾട്ടർനേറ്റീവ് വേ ആണ് പൗലോസ് പഠിപ്പിക്കുന്നത്. കള്ളൻ ഇനി കക്കാതെ നല്ല കൈയും കൊണ്ട് അധ്വാനിച്ച് സ്വന്തം കാര്യം നടത്തുന്നത് കൂടാതെ ഇത്രയും കാലം നീ കട്ടോണ്ടിരുന്ന നീ ഇനി മുട്ടുള്ളവന് കൊടുക്കുന്നവരായി മാറണം. See, I don't know whether you remember or not. Meet your God at Bethel എന്നൊരു ഭാഗം ഞാൻ ഇവിടെ ചിന്തിച്ചതാണോ അല്ല, ബോംബെയിലെ സഭയിലായിരുന്നു. അവിടെ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ യാക്കോബ് അനുഗ്രഹം പിടിച്ചു വാങ്ങുന്നവനാ. എല്ലാം അനുഗ്രഹം പിടിച്ചു വാങ്ങുന്ന, അപ്പന്റെ കയ്യിൽ നിന്നായാലും ചേട്ടന്റെ കയ്യിൽ നിന്നായാലും അമ്മായിപ്പന്റെ കയ്യിൽ നിന്നായാലും പിന്നെ അങ്ങ് യാബോക്ക് കടൽ തീരത്ത് ദൈവത്തിന്റെ കയ്യിൽ നിന്നായാലും അനുഗ്രഹങ്ങൾ പിടിച്ചു വാക്കുന്നവനാ. എന്നാൽ അവിടെ വെച്ച് യാക്കോബിനെ ദൈവം മാറ്റിയിട്ട് നീ ഇസ്രായേൽ ആകുമെന്ന് പറയുമ്പോൾ ഇനി മേലാൽ അനുഗ്രഹം വാങ്ങുന്നവനല്ല, നീ അനുഗ്രഹം കൊടുക്കുന്നവനാ. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യേകതയാണ് പിടിച്ചു വാങ്ങിക്കുന്നവരല്ല, കൊടുക്കുന്നവരായി മാറുക. മോഷ്ടിക്കുന്നവരല്ല, അധ്വാനിച്ച് മുട്ടുള്ളവർക്കും കൂടെ കൊടുക്കുന്നവരായി മാറുക. സ്തോത്രം. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തിയോളജി, ദൈവശാസ്ത്രപരമായ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രധാന ഘടകം മത്തായി 25:30 മുതൽ 35 മുതൽ 40 വരെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 8:9 പറയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ സാത്താൻ നുണയനും കൊലപാതകിയും ആയതുപോലെ കള്ളനുമാണ്. കള്ളൻ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും അല്ലാതെ വരുന്നില്ല. യോഹന്നാൻ 10:10. അവൻ യൂദാസിനെ ഒരു കള്ളനാക്കി. അവന് കഴിയുമെങ്കിൽ അവൻ നമ്മളെയും അങ്ങനെ തന്നെ ചെയ്യും. അവൻ ഹവ്വായെ പ്രലോഭിച്ചപ്പോൾ അവളെ ഒരു മോഷ്ടാവാക്കി. കാരണം അവൾ വിലക്കപ്പെട്ട പഴം എടുത്ത് ഭക്ഷിച്ചു. ആദാമിനെ അവൾ കള്ളനാക്കി. ആദ്യത്തെ ആദാം കള്ളനായി തീർന്നത് മൂലം പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ അവസാനത്തെ ആദാം ക്രിസ്തു ഒരു കള്ളന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിൽ ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 3 ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. 1 ഭോഷ്ക്, 2 കൊലപാതകം, 3 നമ്മൾ കേട്ടത് നുണ. ഈ കാര്യങ്ങൾ കോപം അല്ലെങ്കിൽ നുണ, കോപവും നുണയും 3 കാര്യങ്ങൾ. അപ്പൊ സാത്താൻ ഇതെല്ലാം സാത്താന്റെ ഭാഗത്തു നിന്നുള്ളതാ. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഭാഗത്ത് ഇതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പൗലോസ് എഫേസ്യ ദൈവമക്കളെ പഠിപ്പിക്കുക. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നാം മ്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും ഒരു നിമിഷം ദൈവസന്നിധി നമ്മെ തന്നെ നമുക്കൊന്ന് സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ